എല്ലാവർക്കും അപ്പോൾ ഗുഡ് മോർണിംഗ്. അഹമ്മദാബാദ് ഞായറാഴ്ച ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുക. കാലത്ത് തന്നെ നല്ല വെയിലാണ്. അപ്പോൾ അഹമ്മദാബാദിൽ നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് സബർമതി ആശ്രമം അല്ലെങ്കിൽ ഗാന്ധിയുടെ ആശ്രമം. അതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് വലിയ പിടുത്തില്ല ഇവിടുത്തെ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നാസ്ത കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇനി സബർമതി ആശ്രമത്തിലേക്ക് പോകാനായിട്ട്. കാര്യം ഇവിടെ ഹിന്ദി അറിയെങ്കിലും ഗുജറാത്തിയാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഗുജറാത്ത് ഭാഷ അറിയാൻ എനിക്കറിയില്ല. അറിയുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അങ്ങനെ ഇവിടെ വെച്ച് ഒരു ഗൈഡിനെ കണ്ടുമുട്ടി. അയാൾ എന്നെ സബർമതി ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ കൂടെ അയാളുടെ ബൈക്കിൽ ഞാൻ ഇവിടുത്തെ കുറേ സ്ഥലങ്ങൾ ചുറ്റി കിടന്നാണ്. मार्केट है इधर? हाँ, ये मार्केट है पूरा बेगे मिलती है, खाने पीना शू मिल रहा है. ये पूरा मार्केट जमेगा कितने बजे? 12-1 बजे तक. हाँ हाँ तुम देख लो इधर का रास्ता. हाँ हाँ फिर तुम वापस आना, फिर मेरे को ढूंढते आओगे. ओके ओके. भाई कहाँ गए? ये सीधी सैयद की जाली बोलते हैं इसको. हाँ हाँ बहुत फेमस है. क्या बोलती है इसको? सीधी सैयद की जाली. हाँ, सीधी सैयदी की जाली. हाँ हाँ. ये जो दरवाजा था, दरवाजा देखा है. आज का तो देख लो. हाँ, उसका नाम क्या है? 3 दरवाजा. ये दिल्ली दरवाजा. दिल्ली दरवाजा ഇത് ദില്ലി ദർവാസയാണ്. इसका नाम लिखा हुआ है. हाँ, दिल्ली दरवाजा. हाँ. ഗേഡിയേട്ടനെ ഇവിടെ എത്തിച്ചത് സബർമതി. അപ്പോൾ ഇതാണ് ഹർദിയ കുഞ്ചി ഗാന്ധി ആശ്രമം. ഉള്ളിലേക്ക് ഇനി കിടക്കുന്നുണ്ട്. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? പ്രയർ പ്ലേസ്, ബുക്ക് ഷോപ്പ്, മ്യൂസിയം, ഡ്രിങ്കിങ് വാട്ടർ, റെസിഡൻസ് ഓഫ് ബാ ആൻഡ് ബാപ്പു എന്ന് എഴുതിൻ്റെ. ഇവിടെ പോവാം. ഇവിടെ നിന്ന് ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ സബർമതി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് വരാന്ത. ഗാന്ധിജിയുടെ വൈഫൊക്കെ താമസിച്ചിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകാൻ പോണത് ഗാന്ധിജിയുടെ വൈഫ് നിന്നിരുന്ന താമസിച്ചിരുന്ന റൂം. കുറേ സന്ദർശകർ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇവരുടെ വരാന്ത. ഏകദേശം എൻ്റെ വീടിൻ്റെ വരാന്ത പോലെയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഗാന്ധിജിയും വൈഫും ഇവർ ഭക്ഷണം ഉണ്ടാക്കി താമസിച്ചിരുന്ന സ്ഥലം, കിച്ചൺ.
അങ്ങനെ അടുത്തത് നമ്മൾ ചെല്ലാൻ പോകുന്നത് ഗാന്ധിജിയുടെ റൂമിലേക്കാണ്. ഉള്ളിലേക്ക് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞ് കേട്ടെ. ഒന്ന് ചെന്ന് നോക്കാം. ഇവിടെയാണ് ഗാന്ധിജി ഡ്രസ്സുകളൊക്കെ തുന്നിയിരുന്നത്. കണ്ട, ഉള്ളിലേക്ക് അലൗഡ് അല്ല. ഇതാണ് ഗാന്ധിജിയുടെ റൂം. ഇവിടെ ഏറ്റടുത്തുള്ള ഒരു എയർപോർട്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട്. ഈ കാണുന്ന റിവറാണ് സബർമതി റിവർ. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ട് സബർമതിനെ പറ്റിയിട്ട്. ഇതിൻ്റെ അടുത്താണ് ഈ സബർമതി ആശ്രമം. അങ്ങനെയാണ് ഈ ഗാന്ധിജി ആശ്രമത്തിന് സബർമതി ആശ്രമം കൂടി ഇന്ന് പേര് വന്നത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ലൈബ്രറിയിൽ ചെന്നെത്തി. ഇവിടെ കണ്ടമാനം മഹാത്മാന്മാരായ ആൾക്കാരുടെ ബുക്കുകളും മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് വാങ്ങിച്ച് വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. ഇതാണ് ഗാന്ധിജിയുടെ മ്യൂസിയം. ഇവിടെ കണ്ടമാനം ഗാന്ധിജിയുടെ ജനനം മുതൽ ഗാന്ധിജിയുടെ മരണം വരയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദണ്ഡി മാർച്ച്, അതുപോലെ തന്നെ ഗാന്ധിജി പഠിച്ച സ്ഥലം, ഗാന്ധിജിയുടെ ഫുൾ എല്ലാ ലൈഫിനും പറ്റിയിട്ട് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ദണ്ഡി മാർച്ചിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നല്ല വിറ്റാണ്. ഇവിടെ വഴിന്നറിയാത്തവരെ സ്ഥലം എന്നറിയില്ല. കണ്ടൊരു ഏതൊരു ബസ്സിൽ കയറി. എന്നിട്ട് അവിടെ സാധനം ചോദിച്ചപ്പോൾ അതിൽ കിടന്നിട്ട് സാധനം ഇതറിയേ ദൂസറ വേറെ എന്തൊക്കെ ഭാഷ പറയുന്നുണ്ട് ഗുജറാത്തിൽ. ഹിന്ദിയൊന്നുമില്ല നമുക്കറിയുള്ളൂ. അവർ പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ നിന്ന് ലാൽവാല ബസ് പിടിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ തപ്പിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ അഹമ്മദാബാദ് ചുറ്റിക്കിറങ്ങാം. അങ്ങനെ ഗാന്ധി മന്ദിരം ഉണ്ട്. അവിടെ കുറേ നമുക്ക് ലൈബ്രറി, മ്യൂസിയം, അതുപോലെ ഗാന്ധിയുടെ ഈ ദണ്ഡി മാർച്ചിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൂടെ കാണാൻ പറ്റി. അതുപോലെ ഗാന്ധി വിശ്രമിച്ചിരുന്ന റൂം, അവരുടെ കിച്ചൺ, കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അവിടെ പോയിട്ട്. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇവിടെ കുറേ സ്ഥലം കാണാനുണ്ട്. പക്ഷേ പോകണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഭാഷയുടെ ചെറിയ പ്രശ്നമുണ്ട്. ഹിന്ദി അറിഞ്ഞാലും ഇവർ ഹിന്ദിയല്ല അധികം വർത്തമാനം പറയണേ, ഗുജറാത്തി ഭാഷയാണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ലാൽ മന്ദിറോ അല്ലെങ്കിൽ എന്താ ലാൽ ദർവാസ എന്ന സ്ഥലം കൂടി കണ്ടിട്ട് മടങ്ങാം ഭൂമി. ഇത് ലാൽ ദർവാസയുടെ അവിടുത്തെ കച്ചവട കാണുന്നത്. നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള സരോജിനി മാർക്കറ്റൊക്കെ പോലെ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഇവിടെ കാണാനുള്ളത്. വണ്ടികൾക്കൊന്നും ഏതോ വഴിക്കാണെങ്കിൽ പോവാം. റൈറ്റ് ലെഫ്റ്റ് ഒന്നുമില്ല, ഇടിച്ചു. ഇതൊക്കെ വഴിയാണോ ഈ മാർക്കറ്റാണോ എന്ന് ദൈവത്തിനറിയാം. ദൈവം ഇതിനുള്ളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. കാണുന്നതല്ല ലാൽ ദർവാസ. അവിടേക്ക് എത്രയും സമയം എടുക്കും. ഇവിടെ ചാടി കയറി പോകാൻ പറ്റുമെന്ന് അറിയില്ല.
കോഴി നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനത്തെ ഏരിയകളിൽ മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇന്ന് ഇവിടെ എൻ്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇവിടെ അവസാനം വന്നത് ഇവിടുത്തെ അഹമ്മദാബാദ് ലാൽ ദർവാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മാത്രമാണ് നമുക്ക് ചിക്കൻ കിട്ടുള്ളൂ, നോൺ വെജ്. അപ്പോൾ ഈ ഷോപ്പിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് പകർത്തിയെന്ന് മാത്രം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം പ്രിയ ബോയ്സ്.